അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റുന്നു. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ കെട്ടിടമാണ് പൊളിച്ചു മാറ്റുന്നത്. വ്യക്തമായ കണക്കുകൾ ഇല്ലെങ്കിലും 120 വർഷത്തിലധികം കെട്ടിടത്തിന് പഴക്കം കാണുമെന്നാണ് കണക്കുകൂട്ടൽ. ഒട്ടേറെ സമരങ്ങളും സംഘടനകളുമൊക്കെ അരങ്ങേറിയ പോലീസ് സ്റ്റേഷനാണ് വടക്കാഞ്ചേരിയിലെ പഴയ വെട്ടുകല്ലും ഓടും മരങ്ങളുമെല്ലാം ഉപയോഗിച്ചാണ് പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. പഴയകാല ലോക്കപ്പും SI, CI എന്നിവരുടെ ഓഫീസ് മുറികളും പോലീസുകാർക്ക് വിശ്രമിക്കാനുള്ള ഇടവുമൊക്കെയുള്ളതായിരുന്നു പഴയ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ സ്റ്റേഷന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. പഴയ കെട്ടിടത്തിലാണ് പോലീസുകാർ വിശ്രമിച്ചിരുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അടുക്കള ഒരുക്കിയിരുന്നതും. ആദ്യകാലത്ത് വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കുമ്മായവും മണ്ണും ഉപയോഗിച്ചാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിരുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ടെന്ന് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ EK ദിവാകരൻ പറഞ്ഞു. EK ദിവാകരൻ കോൺഗ്രസിന്റെ ദീർഘകാലം അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സീനിയർ പ്രവർത്തകനാണ്. ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഞാനിവിടെ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പല സമരങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് ആ പോലീസ് സ്റ്റേഷൻ ജീർണാവസ്ഥയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുതുക്കി പണിയുന്നു എന്ന് കേട്ടു. ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ വരുന്ന പരാതിക്കാർക്കും അതുപോലെ തന്നെ പ്രതികളായ ആളുകൾക്കും അതിനുള്ള വേണ്ട രീതിയിൽ ഇന്നത്തെ ജനസംഖ്യ ആനുപാതികമായി വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പഴയ കാലത്തെ സൗകര്യം അനുസരിച്ച് അതിന് കുറേ ചില മോഡിഫിക്കേഷൻ വരുത്തി എന്നുള്ളതല്ലാണ്ട് മറ്റ് ആധുനികമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആവാൻ സാധിച്ചിട്ടില്ല. 100 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അതിനിപ്പോഴാണ് ഒരു പുനർജന്മം ഉണ്ടാകാൻ പോകുന്നതെന്ന് കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇവിടെ നിയമപരമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷൻ പല സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കാലത്ത് നമുക്ക് അറിയപ്പെടുന്ന പല ആളുകളും, പ്രത്യേകിച്ച് ആറമാനിക്കലാത്ത്, VR കൃഷ്ണൻ എന്ന വലിയ നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ആണ് ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ കൊടക്കാലത്ത് ബാലകൃഷ്ണൻ മുൻ മന്ത്രി, അദ്ദേഹമൊക്കെ നമ്മുടെ വടക്കാഞ്ചേരിയുടെ ഈ വ്യാപകത്തിലുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്കും മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ പലരും ഓർമ്മയിൽ ഒരുപാട് ആളുകൾ അതിലുണ്ട്. വളരെ വലിയ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലയിലും സംസ്ഥാനത്തിന് പുറത്തും അറിയപ്പെടുന്ന ആളുകളൊക്കെ വടക്കാഞ്ചേരിയിൽ അവരുടെ മുൻകാല ചരിത്രത്തിൽ നമ്മളുടെ ശ്രദ്ധയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇന്ന് ഈ സ്റ്റേഷൻ പൊളിച്ചു പണിയുമ്പോൾ നമുക്ക് അതിനോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത്രയും പഴക്കമുള്ള പോലീസ് സ്റ്റേഷൻ ആദ്യം SIയുടെ സ്റ്റേഷനായിട്ട് തുടങ്ങി. അതിനു മുമ്പ് ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് മാതിരിയായിരുന്നു. പിന്നെ SIയുടെ സ്റ്റേഷനായി. പിന്നെ അതിന് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റേഷനായി. അതുവരേക്കും അത് ഉയർന്നിട്ടുള്ളൂ. പക്ഷേ വടക്കാഞ്ചേരി പോലെ തലപ്പള്ളി താലൂക്കിൻ്റെ ആസ്ഥാനമായിട്ടുള്ളൊരു സ്ഥലത്ത്
ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു ആ രീതിയിലുള്ള ഒരു ഉയർച്ച മാത്രമാണ് ആ സ്റ്റേഷനിൽ ഈ 100 കൊല്ലത്തിന് പഴക്കമുള്ള ഈ സ്റ്റേഷൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത് കുറേയും കൂടി അതിൻ്റെ ഗ്രേഡ് കുറേയും കൂടി വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു DYSP അതുപോലെ തന്നെ ഒരു ASP ആ നിലവാരത്തിലുള്ള DYSP ASP നിലവാരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് ആ പോലീസ് സ്റ്റേഷൻ ഈ പുതിയ ബിൽഡിംഗ് പണിയുന്നതോടുകൂടി അതിൻ്റെ ഗ്രേഡ് വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അതേ അവസരത്തിൽ ഇപ്പോൾ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജനസംഖ്യ അനുപാതികമായി ഈ പോലീസ് സ്റ്റേഷനിൽ ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല. ധാരാളം ക്രിമിനൽ ഒഫൻസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാഫ് കയറ്റാൻ ഇതുവരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ കുറവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പല പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഡ്യൂട്ടി സമയം നിശ്ചയിക്കാത്തൊരു വിഭാഗമാണ് പോലീസ് സ്റ്റേഷനിൽ. ആവശ്യ സർവീസുമാരി ഏത് സമയത്തും അവർ ജോലിയിൽ എന്നും നിലകൊള്ളണം. കാരണം വെച്ചാൽ ഒരു അടിയന്തര സ്വഭാവമുള്ള ഒരു സേനയാണല്ലോ പോലീസ്. അതുകൊണ്ട് അവർക്ക് രാപ്പകലില്ലാതെ അവർ ഡ്യൂട്ടിയിൽ വരുന്ന ആളുകളാണ്. ചില കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉത്സവ സമയങ്ങളിൽ, പെരുന്നാൾ സമയങ്ങളിൽ, ഈ സമയങ്ങളിലൊക്കെ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന അക്ഷീണമായ പ്രയത്നം, പ്രവൃത്തി സമയം, ഇതൊക്കെ വലിയ രീതിയിൽ അവരെ വ്യക്തിപരമായി വേട്ടയാടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനോടൊപ്പം അവർക്ക് അതേമാതിരി തന്നെ ആവശ്യമായ പോലീസ് സേനയും ഇവിടെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അവരുടെ സമയം ഡ്യൂട്ടിയൊക്കെ 8 മണിക്കൂറാക്കുക എന്നതൊക്കെ ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളും ജോലി ചെയ്യണമെന്ന് വിശ്രമം ആവശ്യമാണ്. ആ വിശ്രമം പോലീസ് സേനയ്ക്ക് ഇല്ല. അതാണ് ഏറ്റവും വലിയ പരമാർത്ഥം. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് തന്നെ പല സ്റ്റേഷനിലൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ പലരും പല ദുരന്തം, ആത്മഹത്യ വരെയുള്ള പല കാര്യങ്ങളും ജോലി പീഡനം കൊണ്ടൊക്കെ സംഭവിക്കുന്നതായിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നു. അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം വരരുത്. കാരണം മനുഷ്യൻ്റെ സമാധാനത്തിനും അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പോലീസുകാർ. അവർക്ക് ഒരിക്കലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് മാറ്റിയെടുത്ത് അവർക്ക് വിശ്രമം കൊടുക്കാവുന്ന രീതിയിലുള്ള ഡ്യൂട്ടി നിശ്ചയിച്ചുകൊണ്ട് ആവശ്യമായ പോലീസ് സേനയെ ഈ പോലീസ് സ്റ്റേഷൻ്റെ ആധുനികവൽക്കരണത്തോടുകൂടി പുതിയ കെട്ടിടം പണിയുന്നതോടുകൂടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം എന്നുള്ളൊരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു സ്റ്റേഷനാണ്. ഒരുപാട് സമരങ്ങളും കരുണാകരൻ വരെയുള്ള ആളുകൾ ഇതിൻ്റെ പടിക്കൽ സമരം നടത്തിയിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ച വലിയ ആളുകളിലേക്ക് സാന്നിധ്യവും അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ തീർച്ചയായും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടാവും. അവരുടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും, അവിടെ തന്നെയാവും. അതൊക്കെ കൃത്യമായി ഞാൻ മനസ്സിലാക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് പറയണില്ല. പക്ഷേ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാളികളുള്ള ഒരു നാടാണ് വടക്കാഞ്ചേരിയും അതിൻ്റെ സമീപ പ്രദേശവും തലപ്പള്ളി താലൂക്കും എന്ന് പറയാതിരിക്കുന്നുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയ ശേഷം ഭാവിയിൽ ആവശ്യമെങ്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശം. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഏറെക്കാലം പ്രവർത്തിച്ച റിട്ടയേർഡ് SI T പത്മനാഭൻ നായർ അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. എൻ്റെ ഓർമ്മയിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ മുൻവശത്ത് ഒരു വലിയ പുളി ഉണ്ടായിരുന്നു. ആ പുളിയുടെ പുളി ഫ്രൂട്ട് ഇൻ്റർവെൽ സമയത്ത് പോയിട്ട് ആ പുളി പറത്തിക്കഴിഞ്ഞു. അത്ര മധുരമുള്ള പുളിയായിരുന്നു. അതും പറഞ്ഞമാതിരി ഓർമ്മ വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും. 100 കൂടുതൽ മതിയോ ഒരു 2 തലമുറയായിട്ട്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.